കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുത്ത പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ട കുടുംബം. ഹോട്ടലുടമയും ജീവനക്കാരും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും പെൺകുട്ടി അലറിക്കരയുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. ഹാഷ്മി, കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. പെൺകുട്ടി മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമയും അതുപോലെ തന്നെ 2 ജീവനക്കാരും അവിടെ എത്തിക്കൊണ്ട് ഈ പെൺകുട്ടിക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നത്. അത് ആ ഗെയിം കളിക്കുന്നതിനോടൊപ്പം തന്നെ ആ പെൺകുട്ടി അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ആ ഹോട്ടലിൻ്റെ ഉടമയായിട്ടുള്ള ദേവദാസും ഒപ്പം തന്നെ 2 പ്രവർത്തകരും അവിടുത്തെ ജീവനക്കാരായിട്ടുള്ള സുരേഷ് അതുപോലെ മുനീർ എന്നിവരും അവിടെ എത്തിക്കൊണ്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളുള്ളത്. ഈ പെൺകുട്ടി അതിനെ ചെറുത്തുകൊണ്ടാണ് പിന്നീട് ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തത്. പെൺകുട്ടി ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദേവദാസ് അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരായിട്ടുള്ള മുനീർ അതുപോലെ സുരേഷ് എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസെടുത്തതിന് പിറകെ ഈ 3 പ്രതികളും ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവിടെ വീടുകളിലും അതുപോലെ തന്നെ ഹോട്ടൽ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൾ ഒളിവിലാണ്. ഇവിടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും ഇതിനിടയിലാണ് ഇപ്പോൾ കുടുംബം ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ദാരുണമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പെൺകുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.